ഇത്തവണ IPL നടക്കുന്ന സമയത്ത് തന്നെയാണ് PSL നടന്നത്. അപ്പോൾ നമുക്കറിയാം ലോകത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗുകൾ എന്നല്ല, ഒരു കായിക സ്പോർട്സ് ലീഗുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻനിരയിൽ തന്നെ IPL ഉണ്ട്. അതിപ്പോൾ ആരാധകരുടെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു മുൻനിരയിൽ തന്നെയാണ് IPL-ന്റെ സ്ഥാനം. അപ്പോൾ ഈ IPL സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിരുന്നു. അതായത് PSL നമ്മൾ കുറേ സംസാരിച്ചിരുന്നു. ഭയങ്കര തമാശയൊക്കെ നടന്നിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകൾ, മറ്റേ മാൻ ഓഫ് ദി മാച്ച് ആയ താരത്തിന് ഹെയർ ഡ്രയർ സമ്മാനമായി കൊടുത്തത്, അതുപോലെ PSL കാണാൻ വരുന്ന സമയത്ത് IPL കാണുന്ന ആളുകള്, ഉത്തര പേപ്പർ നോക്കുന്ന ടീച്ചർ PSL കാണാൻ വരുന്ന ഉത്തര പേപ്പർ നോക്കുന്ന, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വാർത്ത IPL-ലെ ചാമ്പ്യന്മാരും PSL-ലെ ചാമ്പ്യന്മാരും ഏറ്റുമുട്ടാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അതായത് ഒരു പുതിയ ചാമ്പ്യൻസ് ലീഗ്, നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു അതേ മാതൃകയിൽ അല്ലെങ്കിൽ കൂടി കുറച്ച് വ്യത്യാസങ്ങളോടൊക്കെ കൂടിയിട്ട് ഒരു വേൾഡ് ക്ലബ്ബ് T20 ചാമ്പ്യൻഷിപ്പ് എന്ന രീതിയിൽ വരുന്നു എന്ന്. അതെ, എല്ലാം വരട്ടെ. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഇതെല്ലാം വലിയ ആവേശം തന്നെയാണ്. PSL-നെ കിട്ടണം, ചാമ്പ്യന്മാരെ കിട്ടണം, എന്നിട്ടാണ് ബാക്കി പറയുന്നത്. അത് എന്നിട്ട് വേണം നമുക്ക് നോക്കാൻ ഇവരുടെ എന്തൊക്കെയായിരുന്നു തള്ളി കുറച്ച് ഓർമ്മയുണ്ടല്ലോ. ഈ പറഞ്ഞത് ലോകത്തെ ഏറ്റവും മികച്ച ലീഗ് എന്ന് പറഞ്ഞ് പിന്നെ IPL ആരും കളിക്കാൻ പോരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മറ്റേ PSL ചാമ്പ്യന്മാരെ അങ്ങനെ പഞ്ഞിക്കിടാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് RCB-ക്കാണ് കിട്ടുക എന്നുള്ളത്. RCB-ക്ക് കിട്ടുന്നത് പണ്ട് നമ്മൾ റണ്ണേഴ്സ് കളിക്കാറുണ്ടായിരുന്നില്ലേ? അതെ, പണ്ട് റണ്ണേഴ്സും അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒന്നിലധികം ടീമുകൾ എന്തായാലും കളിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയൊരു ഇതിനകത്ത് ഒരു ടീമിന് സാധ്യത. ഓക്കെ, അത് മതി. അങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പം കൺഫേം ആയിട്ടില്ല. ഒരു ടീം ചാമ്പ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ഞാൻ ഈ കാണുന്നത് ഇതാണ്. ഇപ്പോൾ ഇവർ നമ്മളെ IPL ഇങ്ങനെ കുറ്റം പറഞ്ഞ ലോകത്തെ ഏറ്റവും മികച്ച ലീഗ് PSL ആണെന്നൊക്കെ പറയുന്ന ടീം IPL ടീമിന് മുമ്പ് RCB-ക്ക് മുമ്പിൽ വന്നിട്ട് അങ്ങ് പൊട്ടിപ്പോകുന്ന കണ്ടാൽ അന്നിത് അവിടെ നിന്ന് എന്തായിരിക്കും പറയുന്നത്? ഞങ്ങൾക്ക് നമ്മളിവിടുന്ന് പറയുന്ന പോലെ മറ്റേ പൈസ കൊടുത്തിട്ട് കളി ജയിച്ചു എന്ന് പറയുമോ, ജയ്ഷാ മറ്റേ ICC കളി ജയിപ്പിച്ചാന്ന് പറയുമൊക്കെയാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗിൽ ഈ PSL അവരുടെ പ്രശ്നം ഇപ്രാവശ്യം ഷെഡ്യൂൾ തമ്മിലുള്ള ക്ലാഷ് ആയിരുന്നു. അവിടത്തോടെ അവരുടെ ചാമ്പ്യൻസ് ലീഗ് അത് അവർ ആഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് ആണ്. ദുരന്തമായി പോയി. അത് വേറെ. അതിന് പുറമെ ഈ PSL-നും ഇത് നഷ്ടം വന്നപ്പം അവരുടെ ഒരു സമനില തെറ്റിയെന്നൊക്കെ പറയാം. സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു ലീഗും ഒരു പ്രസ്റ്റീജ് ലീഗും ഇങ്ങനെ പോകുന്നു പറയുമ്പം അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഹെയർ ഡ്രൈവ് കൊടുത്തൊക്കെ അതൊക്കെ കോമഡി ഇങ്ങനെ കൊല്ലം നടക്കുന്ന സമയത്ത് ഈ IPL അവിടെ വന്നിട്ട് ഗാലറിയിൽ കാണുന്നൊക്കെ പറയുമ്പം ആ ഒരു ഇമോഷണലി ഒരു പ്രശ്നം ഉണ്ടല്ലോ. പിന്നെ കമന്ററി IPL എന്ന് പറഞ്ഞത് കമന്ററി പറഞ്ഞില്ല, IPL ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് രണ്ട് ലീഗുകൾ തമ്മിൽ താരതമ്യം ചെയ്യായിരുന്നു. 2-3 ലീഗുകൾക്ക് മുമ്പേ, ഒരു സീസണ് മുമ്പേ താരതമ്യം ചെയ്യുന്ന 2 ലീഗായിരുന്നു. ആദ്യത്തെ 2 ലീഗ് പറഞ്ഞാൽ IPL-ഉം PSL-ഉം ആയിരുന്നു. ഇപ്പോൾ ആദ്യത്തെ 5 ലിസ്റ്റിലും കൂടി ഇല്ലാത്ത ലീഗായിട്ട് PSL മാറിയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നടത്തിയ സമയത്ത് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കി. IPL കളിക്കാൻ വിദേശ താരങ്ങൾ പോരുതെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒഴിവാക്കപ്പെട്ട താരം അവിടെ പോയി കളിക്കുന്നു, അവിടെ സെലക്ട് ചെയ്ത താരം ഇവിടെ അവസരം കിട്ടിയപ്പോൾ ചാടി ഇങ്ങോട്ട് വരുന്നത്, അങ്ങനെ പല വിവാദമായിരുന്നു. അതിനനുസരിച്ച് ഇത് വരുമ്പം ഇനി വന്നിട്ട് ഈ വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ അവരെ കിട്ടണം, മറ്റേ 4 ആൾ കൂടുന്നത് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടണം. ആ കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയൊന്നും കാണാം. അതെ, അത് ഒരു ഇപ്പോൾ IPL-ഉം PSL-ഉം മാത്രമല്ല, നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബാഷ് ഉണ്ട്, SA20, അതുപോലെ തന്നെ ദി 100, ഇങ്ങനെ ഒരുപാട്. ഇപ്പോൾ നമ്മൾ ലോക ക്രിക്കറ്റിൽ ഇപ്പോൾ അതായത് പല രാജ്യങ്ങളിലും പുതിയ ലീഗുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മേജർ ലീഗ് ക്രിക്കറ്റ് വളരെ ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല രാജ്യങ്ങളിലെയും ഫ്രാഞ്ചൈസികൾ ഇന്ത്യൻ ഫ്രാഞ്ചൈസികൾ തന്നെയാണ്. ഇപ്പോൾ ചെന്നൈക്കാണെങ്കിൽ ഇപ്പോൾ ചെന്നൈയുടെ ടീം ടെക്സാസ് സൂപ്പർ കിങ്സ് കളിക്കുന്നുണ്ട്, മുംബൈ കേപ്പ് ടൗൺ ഉണ്ട്, MI ന്യൂയോർക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്ത ആണെങ്കിൽ ലോസ് ആഞ്ചൽസ് നൈറ്റ് റൈഡേഴ്സ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടീമുകൾ ഇപ്പോൾ മേജർ ലീഗ് ക്രിക്കറ്റിലൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ടീമുകളിലൊക്കെ ചാമ്പ്യന്മാരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു ഇന്ത്യക്കാരുടെ മത്സരമായിട്ട് മാറാനുള്ള ഒരു അവസരമുണ്ട്. ബിഗ് ബാഷ് മാത്രമാണ് ഇപ്പൊ അതിനൊരു ഇതായിട്ട്, ബിഗ് ബാഷും PSL മാത്രമാണ് ഇപ്പോൾ അതിനൊരു ഇതായിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഈ ഇപ്പോഴത്തെ നീക്കത്തിന് BCCI-യും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ക്രിക്കറ്റ് ബോർഡുകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു പുതിയ വരുമാന സാധ്യതകളൊക്കെ തുറന്നു തരുന്നുണ്ട്. പ്രത്യേകിച്ച് IPL-ഉം കൂടി അതിൽ പങ്കാളികളാകുന്നതോട് കൂടിയിട്ട് അതിൽ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യൂവർഷിപ്പും കൂടി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് എനിക്ക് തോന്നുന്നത് ICC ചെയർമാൻ ജയ്ഷ അടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ക്രിക്കറ്റ് ലീഗിന് തന്നെ വന്നത് IPL-ന്റെ ഒരു ആദ്യത്തോടെയാണ് അതിൻ്റെയും പ്രീതി കുറഞ്ഞു പോയത് എനിക്ക് തോന്നുന്നു. അങ്ങനെ 2005-ലാണ് ലാസ്റ്റ് കളിച്ചത്. അപ്പോൾ അവിടെയും നമ്മളെ മുംബൈ ഇന്ത്യൻസും ചെന്നൈയിലും ചാമ്പ്യന്മാരായ സീസണിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കറിയാം ആ ലീഗ് കളിച്ചതൊക്കെ ഒരു ആവേശം. ഇവിടുന്ന് കളിച്ചു പോയിട്ട് അവിടെ ചാമ്പ്യന്മാരുടെ ക്രിക്കറ്റ് ലീഗ് കളിക്കുന്ന പറയുമ്പോൾ ഒരു ഇത് വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ലീഗ് ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ പല പല ലീഗുകൾ വരുന്നുണ്ട്, പല രാജ്യങ്ങളിലും പല ലീഗുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ലീഗുകൾ വരുന്നുണ്ട്. അപ്പോൾ മികച്ച രീതിയിൽ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, പല റെക്കോർഡുകളും പിറക്കുന്നുണ്ട്, നമ്മൾ തന്നെ കാണുന്നുണ്ട് ഇത്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള പല റെക്കോർഡുകൾ വരുന്ന സമയത്ത് അതെല്ലാം കൂടി ഏകീകരിച്ച് ഇപ്പം ക്ലബ് ഫുട്ബോൾ നടക്കുന്നുണ്ട്, ലോകകപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു പതിപ്പിലേക്ക് വന്നില്ലെങ്കിലും ലീഗ് ഓക്കെ, അത് അങ്ങനെ ഒരു മത്സരം വേണം. ഈ കാരണം ഈ നമുക്ക് IPL ഇപ്പോൾ പറഞ്ഞ പോലെ ബിഗ് ബാഷ് ലീഗ്, BBL ഒക്കെ ഒരു ഡോമിനൻസ് ഉണ്ട്. അതിന് വെച്ച് ഈ പറഞ്ഞ പോലെ കുറച്ചധികം ലീഗുകൾ അതാണ് പറഞ്ഞത്. അതെ, ഈ രണ്ട് ലീഗ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് ലീഗാണ് കുറച്ചുകൂടി ഇപ്പം ഒരു മേജർ ലീഗ് ക്രിക്കറ്റിൽ തന്നെ നമ്മുടെ ഡുപ്ലസീസ് 40ാമത്തെ വയസ്സിൽ 2 സെഞ്ചുറിയാണ് അടിച്ചിട്ടുള്ളത് ഈ 40ാമത്തെ വയസ്സിൽ. അത് മാത്രമല്ല ഗെയിലിന്റെ ഒക്കെ റെക്കോർഡ് ആദ്യ മത്സരത്തിൽ തന്നെ ഫിന്നാലെ തകർത്ത് 19 6 ഒക്കെ അടിച്ചിട്ട് തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള ലീഗുകളിലൊക്കെ നല്ല വെടിക്കെട്ട് പ്രകടനം, ക്രിക്കറ്റ് ആരാധകരിൽ ആവേശം ജനിപ്പിക്കാനുള്ള പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഏകീകരിച്ചിരിക്കുന്ന ഒരു ടീം ചാമ്പ്യന്മാർ വരുമ്പോൾ അതിന് വല്ലാത്തൊരു ബൂസ്റ്റിംഗ് ആയിരിക്കും. അത് ചാമ്പ്യൻസ് ലീഗിന് പറ്റിയതുപോലെ അവസാനം ചിലപ്പോൾ വ്യൂവർഷിപ്പിലൊക്കെ കുറവ് വന്നേക്കാം. പക്ഷേ ഇത് വരുമ്പോൾ ഇത്രയും വലിയ പറഞ്ഞ പോലെ ഈ മത്സരങ്ങൾ വരുമ്പോൾ, റെക്കോർഡുകൾ വരുമ്പോൾ ഈ ടീമിന്റെ കളി കാണാൻ വേണ്ടി എന്തായാലും ആൾക്കാരല്ല. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ IPL നിന്ന് ഒരു ടീം കയറിയെന്ന് വിചാരിക്കുക. അപ്പം ഇപ്പൊ RCB ആണെങ്കിൽ ഇന്ത്യയിലുള്ള ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും RCBയുടെ കൂടെ നിൽക്കും. തീർച്ചയായും അത് അങ്ങനെയാണ് അതിന്റെ ഒരു ആവേശം വരുന്നത്. അപ്പൊ RCBയുടെ കളി നമ്മളൊക്കെ എല്ലാവരും കാണും. അതായത് ഇപ്പൊ മറ്റുള്ള ആരാധകരാണെങ്കിൽ പോലും അവരെല്ലാവരും കാണും. മത്സരം കാണും. അപ്പൊ ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എങ്ങനെയാണ്, അതിന്റെ വിവരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിന്റെ CEO ആയിട്ടുള്ള റിച്ചാർഡ് ഗൗൾഡ് ഈ ഒരു പ്ലാൻ, ഇത് ഇങ്ങനത്തെ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് ഇത് വിജയകരമാവുകയാണെങ്കിൽ, ഈ ചർച്ചകളൊക്കെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരു വനിതാ എഡിഷനും കൂടി ഉണ്ടാവും എന്ന രീതിയിലാണ് ഒരു പ്രസ്താവന, ഔദ്യോഗിക പ്രസ്താവനയാണ് അത്. കാരണം ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ്, കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വെറും ഒരു അഭ്യൂഹങ്ങളുടെ പുറത്ത് മാത്രം നടത്തുന്ന ഒരു ചർച്ചയല്ല. ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് ബോർഡിന്റെ CEO ഇക്കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പൊ ചാമ്പ്യൻസ് T20 നടക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒരു വൈഡർ റെപ്രസെൻറ്റേഷൻ, ലോകത്തുള്ള മറ്റുള്ള എല്ലാ ലീഗുകളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ വേണം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അത് ഇത് എപ്പോൾ നടത്തും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല, ഇന്ന് നടക്കും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബാഷിലെ ഒരു ടീമും അതുപോലെ തന്നെ ഈ IPL ഒരു ടീം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ താരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താരങ്ങൾ ഏത് ടീമിൽ ക്ലാഷ് ഒക്കെ വരും. അങ്ങനെ ഒരുപാട് ഈ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കുന്നുണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു ടൂർണമെന്റ് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു ആവേശം തന്നെയാകും. അതാണ് പറഞ്ഞത്, നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ ഒരു ലീഗ് വരുന്നില്ല. ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗിൽ പിന്നെ PSL കളിക്കുന്ന താരങ്ങൾക്ക് നമുക്കിപ്പം IPL നമുക്ക് യാതൊരു ബന്ധവും കളിക്കാൻ ഇത് വരുന്നില്ല. അപ്പം വീണ്ടും ഒരു മത്സരം വരുമ്പോൾ ഈ താരങ്ങളും ഈ ക്ലബ്ബുകളും തമ്മിൽ ഏറ്റുമുട്ടും. അതിന് വല്ലാത്തൊരു ആവശ്യം വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് രണ്ട് ലീഗ് തമ്മിൽ ക്ലാഷ് ആയിട്ട് അതിന് പേരിൽ നിരവധി ചർച്ചകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും വരുന്ന സമയത്ത് ആ രണ്ട് ടീമുകൾ ഏറ്റുമുട്ട് പറയുമ്പോൾ അതിന് വേറെ തലത്തിലേക്കും പോവാണ്. ഈ രണ്ട് ടീമിൻ്റെയും അതിലിപ്പം RCB പരാജയപ്പെട്ടാൽ അത് വല്ലാത്തൊരു തിരിച്ചടിയായി പോകും. അപ്പം അവിടെ അതിൻ്റെ പാകിസ്ഥാനിലെ ആഹ്ലാദം അല്ലാത്തൊരു സന്തോഷമുണ്ട് അവർക്ക്. നേരെ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നും അല്ലാണ്ട് വീണ്ടും വരും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ അടുത്ത സീസൺ IPL-നും അടുത്ത സീസൺ PSL-നും കൂടുതൽ ബൂസ്റ്റ് ആകുകയുള്ളൂ. കാരണം ഈ ചാമ്പ്യന്മാർ കളിച്ചു വന്നിട്ടും ഇത് അടുത്ത ചാമ്പ്യന്മാർ ആരാവണം, ഇവരെ കളിക്കാൻ വേണ്ട ഒരു താരം വരുമ്പോൾ അങ്ങനെ ഒരു ആവേശം കൂടും. ക്രിക്കറ്റിന്റെ ആവശ്യം കൂടി വരെയുള്ളത് എനിക്ക് തോന്നുന്നത്. IPL വിജയിക്കുന്നത് ഈ പറയുന്ന വേൾഡ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് കളിക്കാനുള്ള ഒരു അവസരം കൂടി ആവുന്ന സമയത്ത് അത് വലിയൊരു ആവേശം. ഇപ്പൊ നമ്മള് ചാമ്പ്യൻസ് ലീഗ് T20യുടെ കാര്യം പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് ഇല്ലാതായി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുക ക്രിക്കറ്റ് ആരാധകർക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു ലീഗ് ചാമ്പ്യൻസ് ലീഗ് T20 അങ്ങനെ ഒരു ലീഗ് വന്നിട്ട് അത് നല്ല രീതിയിൽ നടക്കാതെ ഇനിയിപ്പോൾ പുതിയൊരു ലീഗ് കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം എന്ന് ചിന്തിക്കുന്ന ക്രിക്കറ്റ് ആരാധകരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് T20 തകരാനുള്ള ഒരു കാരണം പറയുമ്പോൾ ഒന്ന് അതിന്റെ ഒരു വ്യൂവർഷിപ്പ് കുറവ് തന്നെയായിരുന്നു. രണ്ടാമത് അതിന്റെ സ്പോൺസർഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ എന്തുകൊണ്ട് വ്യൂവർഷിപ്പ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ IPL-ന്റെ ഒരു ഡോമിനൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2009 മുതൽ 2015 വരെ നടന്ന ഈ ടൂർണമെന്റിൽ 4 തവണ ചാമ്പ്യന്മാരായിട്ടുള്ളത് IPL ടീമുകളാണ്. ചെന്നൈ 2 തവണ കിരീടം നേടി, മുംബൈ 2 തവണ കിരീടം നേടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈ ചെന്നൈക്കും മുംബൈക്കും കളിക്കാൻ ഇവിടെ IPL ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളൊരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മാത്രമല്ല ഇപ്പൊ പുതിയ ലീഗുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ സക്സസ് ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ് ICC-യുടെ വിലയിരുത്തൽ. അപ്പൊ ആ ഒരു അത്തരത്തിൽ ലീഗുകളെല്ലാം സക്സസ് ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ പുതിയൊരു ലീഗും കൂടി അതായത് ഒരു ചാമ്പ്യന്മാരുടെ ഒരു ലീഗും കൂടി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വേറൊരു ആവേശം തന്നെ. അതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വ്യൂവർഷിപ്പ് കുറഞ്ഞു പറഞ്ഞാൽ ഒരു സീസൺ കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പിന്നെ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. കാരണം ഈ ചാമ്പ്യന്മാരുടെ ടീമുകൾക്ക് ഏറ്റുമുട്ടാൻ ഒരു വേദി വേണം, ലോകവേദി വേണം. പല രാജ്യങ്ങൾ നടക്കുന്ന ലീഗുകളിൽ അതിൽ തന്നെ ഈ
ചാമ്പ്യൻ, ലോകത്തെ ചാമ്പ്യൻ ആയിരുന്നില്ല. നമ്മളിപ്പം പറയുമ്പോൾ PSL പിന്നെ ആരാധകർ പറയുന്നു PSL ജയിക്കുന്ന ടീമാണ് IPL-നെക്കാളും വലിയ ടീമെന്ന്. അപ്പോൾ IPL പറയുന്ന നേരെ തിരിച്ചു പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ അവർക്ക് ഏറ്റുമുട്ടാനുള്ള ഒരു വേദിയായിട്ട് മാറുകയാണ്. അപ്പം യഥാർത്ഥ കരുത്തൻ ആരാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു ലീഗിൻ്റെ ആവശ്യം തന്നെയാണ്. അത് നമുക്ക് ആരാധകർക്കും ആവശ്യമാണ്, ക്രിക്കറ്റിനും ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഈ വാഗ്വാദങ്ങൾക്കും വീമ്പ് കുറച്ചിലുകൾക്കും അവസാനമായിട്ടും അത് മാറിയും. എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഇനി ഒരു ഈ പറയുന്ന വാർത്തകൾ എല്ലാം വളരെ നല്ല സന്തോഷം പകരുന്ന വാർത്തകളാണ്. കാരണം IPL എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് നടക്കുന്ന ഒരുപാട് ലീഗുകൾ പുതിയതായിട്ട് വരുന്നു ക്രിക്കറ്റിലേക്ക്. ക്രിക്കറ്റിനെ മൊത്തത്തിൽ ഒരു ഇതൊക്കെ പറയുമ്പോഴും വലിയ വിമർശനങ്ങൾ മറുവശത്തുണ്ട് കേട്ടോ. അതായത് ക്രിക്കറ്റിൽ ഒരു BCCIയുടെ ആധിപത്യം വരുന്നു, ഒരു അതിന്റെ ഗ്ലോബലി അത് ഡെവലപ്പ് ആവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പല വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില സാഹചര്യത്തിൽ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ലീഗുകൾ വന്നിട്ട് പല സ്ഥലത്തും ക്രിക്കറ്റ് വരാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. അതൊക്കെ ആയിരിക്കും ICC ഈ ഒരു ഗെയിമിനെ നിലനിർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി ICCക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. എന്തായാലും അങ്ങനെ ഒരു ലീഗ് വരികയാണെങ്കിൽ തീർച്ചയായും PSL-ലെ ചാമ്പ്യന്മാരും IPL-ലെ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഒരു മത്സരം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു മത്സരം വളരെ ആവേശകരമായിരിക്കും. അത് ക്രിക്കറ്റ് ആരാധകരും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.